സൈനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിലെ പേപ്പർ 4, ഓക്കെ, അതിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പൊ WHO എന്ത് കൊടുത്തിട്ടുണ്ട്? മെന്റൽ ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ ഒരു ഡെഫിനിഷൻ നോക്കാം. നോക്കിക്കേ, according to WHO, mental health is a state of well-being in which an individual realizes his or her own abilities, can cope with the normal stresses of life, can work productively, and is able to make a contribution to his or her community. എന്താണ് പറയുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ക്ഷേമം, അതാണ് ഉദ്ദേശിക്കുന്നത് മെന്റൽ ഹെൽത്ത്. അവിടെ എന്താ അവര് പറയുന്നത്? ഒരു ഇൻഡിവിജ്വൽ അവന്റെ കഴിവുകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ അവന്റെ നോർമൽ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. അതുമായിട്ട് നമ്മൾ ഇഴുകിച്ചേർന്ന് പോകുന്നു. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായി, നമുക്കറിയാമല്ലേ, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഓരോ ദിവസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അതുവഴി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് WHO മെന്റൽ ഹെൽത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ഓക്കെ, ഒരാളുടെ കഴിവുകൾ മനസ്സിലാക്കി അയാളുടെ സ്ട്രെസ്സസ് ഓഫ് ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി നല്ല പ്രൊഡക്റ്റീവായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നു. അതുമൂലം അയാൾക്ക് തന്റെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇതിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന ആ ഒരു ടേമില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. എന്താണ്? നമ്മുടെ വൈകാരികപരമായിട്ടും മാനസികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള ക്ഷേമം. ഓക്കെ, അതാണ് എന്ത് കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് മെന്റൽ ഹെൽത്ത്. ഓക്കെ, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, ഈ കാര്യങ്ങള് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതിനെല്ലാം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിക്കേ, നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കേ, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഡിറ്റർമിൻ ഹൗ വി ഹാൻഡിൽ സ്ട്രെസ്, റിലേറ്റ് ടു അതേഴ്സ് ആൻഡ് മേക്ക് ഹെൽത്തി ചോയ്സസ്. ഓക്കെ, നമ്മൾ എങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ ലൈഫിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നു, ഇതെല്ലാം ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ല സ്ട്രോങ് മെന്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താ, അയാൾക്ക് അയാളുടെ സ്ട്രെസ്സിനെ എല്ലാം വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാളുടെ ലൈഫിലെ ഡിസിഷൻസ് എല്ലാം വളരെ ആലോചിച്ച് കൃത്യമായി മാത്രമേ അവര് എടുക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, മെന്റൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് ലൈഫ് ഫ്രം ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ആൻഡ് ത്രൂ ദ അഡൽട്ട്ഹുഡ്. ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ആളുടെ മാത്രം കാര്യമല്ല മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈവൻ ഒരു കൊച്ചു കുട്ടിക്ക് വരെ അവൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അവന്റെ മെന്റൽ ഹെൽത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സ്കൂൾ ലൈഫിലായാൽ എന്താ, അവന്റെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പിയർ പ്രഷർ, ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു എന്താ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കുട്ടികളും ധാരാളം എന്താ സ്ട്രെസ്സസ് ആൻഡ് ഡിപ്രസീവ് സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഡെഫിനിഷൻ ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസിലും ചോദിക്കാം. തെറ്റിച്ച് തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഒരു ലോജിക്ക് ഉണ്ടാക്കി തന്നെ ഓർത്ത് വെച്ചിരുന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഒരു മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും അവന് ഫസ്റ്റ് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, ഇപ്പോ നമുക്ക് ചില ആൾക്കാർക്കൊന്നും ചില സാഹചര്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോ എന്താ നമ്മളിപ്പോ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന അത് തിന്നണം എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയത്തില്ലേ. ഓക്കെ, അതുപോലെ എവിടെ ചെന്ന് വീണാലും 4 കാലിൽ വീഴും എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് മെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹി ഹാസ് ദ എബിലിറ്റി ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ പേഴ്സണൽ വർത്തിനെ പറ്റിയിട്ടുള്ള ഒരു സെൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോ ചില ആൾക്കാരുണ്ട്, അയ്യോ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അയാളുടെ പേഴ്സണൽ വർത്തിനെ പറ്റിയിട്ടുള്ള നല്ല സെൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ തന്നെയാണ് വലുത്, ഞാൻ തന്നെയാണ് സുന്ദരൻ, ഞാൻ തന്നെയാണ് മികച്ചത് എന്നുള്ളൊരു ഒരു സെൻസ് അയാൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അയാൾ തന്നെ അയാളെ എന്ത് ചെയ്യാൻ നോക്കത്തില്ല, ഡൗൺ ആക്കാനായിട്ട് നോക്കത്തില്ല. ഓക്കെ, അത് അയാളുടെ ഒരു സെക്കൻഡ് ക്വാളിറ്റി ആണ്. ഓക്കെ, അയാൾ എപ്പോഴും അയാൾ ഭയങ്കര വർത്ത് വൈൽ ആൻഡ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു ഫീല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ആ ഒരു കോൺഫിഡൻസും അത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ബെറ്റർ ആണ്, ആരെ കാട്ടിയിട്ടും നമ്മളാണ് ബെറ്റർ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അതാണ് മെന്റലി ഹെൽത്തി പേഴ്സന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തെ എന്താ പറയുന്നത്, A mentally healthy person solves his problems largely by his own efforts and makes his own decisions. അതായത് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാള് അയാൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഭൂരിഭാഗവും അയാൾ തന്നെ ആയിരിക്കും സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ട് അയാൾ തന്നെ അത് എന്ത് ചെയ്യും, സോൾവ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും. ഓക്കെ, ഇപ്പോ ചില ആൾക്കാരുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടണമെങ്കിൽ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് സജഷൻ ചോദിച്ചിട്ട് ആ സ്റ്റോറി ഇടണോ വേണ്ടേന്ന് വരെ അവർ തീരുമാനിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ പിക്ചർ ഓക്കെ ആണ്, ഞാനിതിൽ കോൺഫിഡന്റ് ആണ് എന്നും പറഞ്ഞ് അയാൾ തന്നെ ആരുടെ ചോദിക്കാതെ ഇടും. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത്, നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെ ഒരാൾ മെന്റലി ഹെൽത്തി ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഹി ഹാസ് എ സെൻസ് ഓഫ് പേഴ്സണൽ സെക്യൂരിറ്റി ആൻഡ് ഫീൽ സെക്യൂർ ഇൻ എ ഗ്രൂപ്പ്, ഷോസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതർ പീപ്പിൾസ് പ്രോബ്ലംസ് ആൻഡ് മോട്ടീവ്സ്. ഓക്കെ, അതായത് അയാൾക്ക് ഒരു പേഴ്സണൽ സെക്യൂരിറ്റി, ഇപ്പോ ഏതൊരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അയാൾ സെക്യൂർ ആണെന്നുള്ളൊരു ഫീൽ അയാൾക്ക് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ ഒരു ഗ്യാങ് കാണും. ഓക്കെ, അയാൾ ആ ഗ്യാങ്ങിലുള്ള ഒരാളായിരിക്കും. ആ ഗ്യാങ് വിട്ട് വേറൊരു ഗ്യാങ്ങിലോട്ട് പോകുമ്പോൾ അയാൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഏത് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അയാൾക്ക് ഒരു ഫീൽ ഓഫ് സെക്യൂരിറ്റി കാണും. ഓക്കെ, അതാ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, എ മെന്റലി ഹെൽത്തി പേഴ്സൺ നോസ് ദ ആർട്ട് ഓഫ് സോഷ്യൽ ലിവിങ് ആൻഡ് സോഷ്യൽ ഗീവ് ആൻഡ് ടേക്ക്. അതായത് ഒരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കൊടുക്കണം, വാങ്ങണം എന്ന് തിരിച്ചറിവുള്ള ഒരാളായിരിക്കും മെന്റലി ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എ മെന്റലി ഹെൽത്തി പേഴ്സൺ ഹാസ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇപ്പൊ ഫാമിലിയുടെ അടുത്തായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഒരു ജോബിലാണെങ്കിലും അയാൾക്ക് എന്ത് കാണും, നല്ലൊരു റെസ്പോൺസിബിലിറ്റി കാണും. അത് റെസ്പോൺസിബിൾ ആയി ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അയാൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഹി ക്യാൻ ഗീവ് ആൻഡ് അക്സെപ്റ്റ് ലവ്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആ. അയാൾക്ക് ലവ്, സ്നേഹം കൊടുക്കാനും വാങ്ങാനും കഴിയണം ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, നമുക്ക് സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ? ഓക്കെ, നമുക്കത് കൊടുക്കാനും കഴിയണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, he lives in a world of reality rather than fantasy. Okay,
അപ്പോൾ ഈ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ എപ്പോഴും റിയാലിറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എന്താ ഇപ്പൊ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദി എന്താ ന്യൂജൻ പിള്ളേരെ എല്ലാം ഒരു ഫാന്റസി വേൾഡ് ആണ് അല്ലേ. ഓക്കെ, അപ്പോ ഈ എന്താ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും നല്ല റിയാലിറ്റിയിൽ, അതായത് ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു റിയൽ വേൾഡിലായിരിക്കും അയാൾ ജീവിക്കുന്നത്. അടുത്ത പോയിന്റ് എന്തുവാ? ഹി ഷോസ് ഇമോഷണൽ മെച്യൂരിറ്റി ഇൻ ഹിസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്സ് എ കപ്പാസിറ്റി ടു ടോളറേറ്റ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ്സ് ഇൻ ഹിസ് ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് അയാൾ ഇത്തിരി എന്താ ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ഒരാളായിരിക്കും മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. എങ്ങനെയാ? നമുക്കിപ്പോ ഡെയിലി ലൈഫിൽ പലതരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടേണ്ടുന്നതായിട്ട് വരും. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസും ഡിസപ്പോയിന്റ്മെന്റ്സും എല്ലാം നമുക്ക് എല്ലാവർക്കും ഡെയിലി ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ നല്ല മെച്യൂർ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? എ മെന്റലി ഹെൽത്തി പേഴ്സൺ ഹാസ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ജനറലി ലീഡ്സ് എ വെൽ ബാലൻസ്ഡ് ലൈഫ് ഓഫ് വർക്ക്, റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ. അതായത് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് എല്ലാത്തിനോടും ഒരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ബാലൻസ്ഡ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ വർക്കിലാണെങ്കിൽ അവിടെ അവർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ 100% ഇടും. അതുപോലെ തന്നെ അവര് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കണ്ടെത്തും. അതുപോലെ തന്നെ മറ്റ് റീക്രിയേഷൻ ആൻഡ് ലീഷർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ടൈമും എടുക്കും. ഓക്കെ, ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ ആ ജോബിലായിരിക്കും. ഓക്കെ, അപ്പോ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് എന്താ, ജോബിലായാലും അയാളുടെ മറ്റ് ആക്ടിവിറ്റീസ്, ഇപ്പോ അയാൾക്ക് എന്തെങ്കിലും ഗെയിംസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിനോടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അയാൾ അതിനും ടൈം കണ്ടെത്തും. ഓക്കെ, അങ്ങനെയുള്ള ഒരാൾ മെന്റലി ഹെൽത്തി ആയിരിക്കും. അല്ലാതെ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതിന്റെ പിറകെ മാത്രം പോകുന്ന ഒരാൾ ഒരിക്കലും മെന്റലി ഹെൽത്തി അല്ല. ഓക്കെ, എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് മെന്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെന്റലി ഹെൽത്തി പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് വരുന്ന 2 ടേംസ് ആണ് അഡ്ജസ്റ്റ്മെന്റും മാൽ അഡ്ജസ്റ്റ്മെന്റും. ഓക്കെ, അപ്പോ ഇതിന് ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. Adjustment may be defined as the process by which a living organism maintains a balance between its needs and desires and the circumstances that influence the satisfaction of its needs. Okay, എന്താ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഒരു ലിവിങ് ഓർഗാനിസം അവന്റെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, അവന്റെ ആഗ്രഹങ്ങളോടും എന്നാൽ അവന്റെ നിലവിലുള്ള ആ ഒരു സർക്കംസ്റ്റാൻസും മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്നു. അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി, ഓക്കെ, ആ കുട്ടിയുടെ ബർത്ത്ഡേ വരികയാണ്. ആ കുട്ടിയുടെ നീഡ് ആൻഡ് ഡിസയർ എന്ന് പറയുന്നത് എന്താ? എനിക്ക് നല്ല നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല ബർത്ത്ഡേ കേക്ക് മുറിച്ച് ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെ ഒക്കെ കൂടെ ആ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നതായിരിക്കും ആ കുട്ടിയുടെ അവിടുത്തെ ഒരു നീഡ് ആൻഡ് ഡിസയർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം എന്ത് ചെയ്യുന്നില്ല, അതിന് അനുവദിക്കുന്നില്ല. ഓക്കെ, അപ്പോ അതുമായി ആ കുട്ടി എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെട്ടു പോകുന്നു. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. ഓക്കെ, നമ്മുടെ വീട്ടില് നല്ല രാജകുമാരിയെ പോലെ ജീവിക്കുന്നവരായിരിക്കും. വേറൊരു വീട്ടിൽ ചെന്നപ്പോ അതുപോലെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ അവിടുത്തെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതുമായി പൊരുത്തപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ അല്ലേ? ഇനി എന്താ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? എന്താ? It is the inability of a person to satisfy his biological, physical or social needs successfully and establish an imbalance. അതായത് ഒരാളുടെ ബയോളജിക്കൽ പരമായിട്ടുള്ളതും ഫിസിക്കൽ പരമായിട്ടുള്ളതും സോഷ്യൽ പരമായിട്ടുള്ളതുമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സക്സസ്ഫുള്ളി അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതിനുള്ള ഒരു ഇനബിലിറ്റി മൂലം അയാൾക്ക് ജീവിതത്തിൽ എന്തുണ്ടാവുന്നു, ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നു. ഓക്കെ, ഇപ്പോ ഇപ്പൊ ഒരാൾക്ക് അയാളുടെ
ബയോളജിക്കൽ പരമായിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നതാണ് എന്ത്, അയാൾക്ക് നല്ല ഫുഡ് കിട്ടുക, നല്ല വാട്ടർ കിട്ടുക എന്നുള്ളതൊക്കെ, നല്ല രീതിയിൽ താമസിക്കുക, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ അയാളുടെ ഫിസിക്കൽ പരമായിട്ടുള്ളതാണ്, നല്ല ഒരു വീട്ടിൽ കിടന്നുറങ്ങുക, അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ. ഇതൊന്നും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേടിയെടുക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് അതിനുള്ള എന്തില്ല, കഴിവില്ല. ഓക്കെ. കഴിവ് ഇതിനെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം, പണം വേണം. ചിലപ്പോൾ അതായിരിക്കാം ഇയാൾക്ക് എന്ത്, ഈ ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ കാരണം. ഓക്കെ. അപ്പൊ ബയോളജിക്കൽ പരമായിട്ടും ഫിസിക്കൽ പരമായിട്ടും സോഷ്യൽ പരമായിട്ടും ഒരാൾക്ക് തന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് അഡ്ജസ്റ്റ്മെന്റും മാൽ അഡ്ജസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. ഇനി ഈ മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ കോസസ് എന്തൊക്കെയാണ്? ഓക്കെ. കോസസ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെന്റ്, ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്ന നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ ഈ ജസ്റ്റ് ഈ പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് തള്ളി എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തുവാ, അൺഹെൽത്തി ഹോം എൻവയോൺമെന്റ്. ഓക്കെ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഹോം എൻവയോൺമെന്റ് നല്ലതല്ലെങ്കിൽ അത് ഏതൊരു കുട്ടിയെയും അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലിനെയും അത് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. ഇപ്പോ ഡിവോഴ്സ്ഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫാമിലിയിൽ ജീവിച്ചു വരുന്ന അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ. ആ ഒരു വീട്ടിൽ നിന്ന് ജീവിച്ചു വരുന്ന കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള എന്ത് കാണും, മാൽ അഡ്ജസ്റ്റ്മെന്റ്. ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ആ കുട്ടി വളർന്നു വരുന്നത്. ചിലപ്പോൾ സ്റ്റെപ്പ് ഫാദറോ സ്റ്റെപ്പ് മദറോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അനുഭവിച്ച് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ആ കുട്ടി ആ ഒരു വീട്ടിൽ വളർന്നു വരിക. ഓക്കെ. അല്ലെങ്കിൽ എന്താ, മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് വളർത്തുന്ന കുട്ടികളായിരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഹോം എൻവയോൺമെന്റ് അൺഹെൽത്തി ആണെങ്കിൽ തന്നെ അത് അവിടെ മാൽ അഡ്ജസ്റ്റ്മെന്റിനുള്ള ഒരു കാരണം ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോസ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അൺഹെൽത്തി ഹോം എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് കോസ് എന്താണ്, ഹെറിഡിറ്ററി കോസസ്. അതായത് എന്താ, ഇപ്പോ ഹെറിഡിറ്ററി കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിലൊരു ഹെറിഡിറ്ററി കോസ്, അതായത് ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ട് മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്കും ജനിക്കുന്ന കുട്ടികൾക്കും നല്ല സ്ട്രോങ് മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ. അപ്പൊ വീക്ക് മെന്റൽ ഹെൽത്ത് ഉള്ള അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ വീക്ക് ആകാം. ഓക്കെ. എല്ലാവരുടെയും കാര്യമല്ല. ഓക്കെ. ചില ആൾക്കാരിൽ അങ്ങനെ ഹെറിഡിറ്ററി കോസസ് വരുന്നുണ്ട്. അപ്പൊ അതുവഴി ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഹെറിഡിറ്ററി പരമായിട്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ അവർക്ക് കളറില്ല. ഇപ്പൊ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നവരായിരിക്കും, ചില ആൾക്കാർ നന്നായിട്ട് തടിച്ചിരിക്കുന്നവരായിരിക്കും. ഓക്കെ. അപ്പൊ ചിലവർക്ക് അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതായിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്യും, ആൾക്കാർ ചിലപ്പോ കളിയാക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോ അത് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ അവരെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോ അതാണ് പറയുന്നത് ഹെറിഡിറ്ററി കോസസ് മാൽ അഡ്ജസ്റ്റ്മെന്റിന് ഒരു കാരണം ആണ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കോസ് എന്ന് പറയുന്നത് പോവേർട്ടി. ഓക്കെ. ദാരിദ്ര്യം. നമുക്കറിയാം പണമുള്ളവന് ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. ഓക്കെ. അപ്പോ പോവർട്ടി എന്ന് പറയുന്നത് മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് പോവർട്ടി. ഓക്കെ. ഇപ്പൊ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പിള്ളേരും ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പിള്ളേരും സെയിം സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവര് തമ്മിൽ ചിലപ്പോൾ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാം. ഓക്കെ. ഇപ്പൊ നല്ല വസ്ത്രം ഇട്ട് വരുന്ന ഒരു കുട്ടിയും എന്നാ മുഷിഞ്ഞ അത്രയ്ക്ക് കാണാൻ അത്ര ഭംഗിയില്ലാത്ത വസ്ത്രങ്ങൾ ഇട്ട് വരുന്ന കുട്ടിയും തമ്മിൽ എന്ത് കാണും, അവിടെ ഒരു ഡിഫറൻസ് എന്തായാലും കാണും. എസ്പെഷ്യലി ഈ ഒരു വീക്ക് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആ കുട്ടിയിൽ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്തായാലും വരും. ഓക്കെ. അപ്പൊ പോവർട്ടി എന്ന് പറയുന്നത് ഈ ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോസ് ആണ്. ഇപ്പോ പണമുള്ളവരുടെ മക്കൾക്കാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അവര് പണം കൊടുത്ത് പഠിപ്പിക്കും. ഓക്കെ. പാവപ്പെട്ടവന്റെ വീട്ടിലുള്ള മക്കൾക്ക് അവരുടെ ഡ്രീംസിനനുസരിച്ച് ചിലപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ അതൊക്കെ എന്ത് മൂലമാണ്, ഈ പറഞ്ഞ പോവർട്ടി മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പോവർട്ടി എന്ന് പറയുന്നതും മാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു കാരണം ആണ്.
ഓക്കെ. പിന്നെ പറയുന്നതാണ് എൻവയോൺമെന്റൽ കോസസ്. എൻവയോൺമെന്റൽ കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്താ ഒരു കുട്ടി, ആ കുട്ടി തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് ഉള്ളിൽ വളരുമ്പോ തന്നെ അവിടെ നറിഷ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റീവ് ഇത് വന്നു കഴിഞ്ഞാല് അതും ആ കുട്ടിയെ എന്തില് ലീഡ് ചെയ്യും? മാൽ അഡ്ജസ്റ്റ്മെന്റിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ. അത് എന്താ എന്തെങ്കിലും ഈ എന്താ ഈ നമുക്ക് കൺജനൈറ്റൽ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവുന്ന കുട്ടികളില്ലേ? ഓക്കെ. അപ്പൊ അവർക്ക് ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് കാണും. ഓക്കെ. അപ്പൊ ഇതിന് കാരണമെന്ന് പറയുന്നത് ചിലപ്പോ ഇത് അമ്മ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോ റുബല്ല പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ അമ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് വരും? കൺജനൈറ്റൽ റുബല്ല സിൻഡ്രോം എന്ന് പറയുന്ന ഡിഫക്റ്റ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ എക്സ്റേസ് പോലുള്ള റേസിനോട് ചിലപ്പോ പ്രഗ്നൻസി പീരീഡിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്ക് ഡിഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിഫക്റ്റ് ആ കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ അതിന് പറ്റത്തില്ല. ഓക്കെ. ഇപ്പൊ ചെവി കേൾക്കാൻ പറ്റുന്നില്ല, ആ കുറവുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവിടെ മാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്നതായിട്ട് വരും. ഓക്കെ. നടക്കാൻ പറ്റുന്നില്ല, മുടന്തുള്ള കുട്ടിയാണെങ്കിൽ അത് അവനവിടെ എന്ത് ചെയ്യേണ്ടുന്നതായിട്ട് വരും? മാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്നതായിട്ട് വരും. ഓക്കെ. അപ്പൊ അതാണ് എൻവയോൺമെന്റൽ കോസസ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. അതായത് എന്താ ഇപ്പൊ അതിൽ ഒന്നാമത് പറയുന്നതാണ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഓക്കെ. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ചില ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചില സ്കൂൾസ് ആയാലും ട്യൂഷൻസ് ആയാലും അവിടെ എന്താ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഉള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് തന്നെ അറിയാം ഇന്ന സമയത്ത് വരണം, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പണിഷ്മെന്റ് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്തുണ്ടാക്കും? ഒരു ഫിയർ, ഒരു ഭയവും അതുപോലെ തന്നെ വറീസും ഉണ്ടാക്കും. ഓക്കെ. അത് എന്താ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. അവിടെ നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഓക്കെ. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിനിൽ വളർത്തി വരുന്ന ഒരു കുട്ടി, ഓക്കെ, എന്താ ഫോർ എക്സാമ്പിൾ ഇപ്പോ 1 to 10 വരെ ഒരു CBSE സ്കൂളിൽ പഠിച്ചിട്ട് 11th ആൻഡ് 12th ഒരു സ്റ്റേറ്റ് സിലബസിലോട്ട് മാറുകയാണ്. ഓക്കെ. അപ്പോ എന്താ അവിടെ ഈ ഒരു CBSE പഠിച്ച അത്ര ഒരു സ്ട്രിക്ട്നെസ് ചിലപ്പോ അവിടെ കാണത്തില്ല. ഓക്കെ. അപ്പൊ ഇത്രയും ഡിസിപ്ലിൻ വന്ന കുട്ടി പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിലോട്ട് പെട്ടെന്ന് പോകുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതുമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ് കാണത്തില്ല. ഓക്കെ. അപ്പൊ അതാണ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ കൊണ്ടുള്ള ഒരു മാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിൽ രണ്ടാമത് പറയുന്നത് ലാക്ക് ഓഫ് ഫെസിലിറ്റീസ്. ഓക്കെ. അതായത് നമുക്കറിയാം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അത് എന്തുണ്ടാക്കും? ഫ്രസ്ട്രേഷൻ ആൻഡ് മെന്റൽ ടെൻഷൻ ഉണ്ടാക്കും. ഇനി ലാക്ക് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ. ഇപ്പോ നമ്മളിപ്പോ ചൈൽഡ്ഹുഡ് ടു ടീനേജ് ത്രൂ അഡൽറ്റിലോട്ട് പോകുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും. ഓക്കെ. അപ്പൊ ഓരോ പ്രായത്തിലും നമുക്ക് കിട്ടേണ്ടുന്ന ഗൈഡൻസും കൗൺസിലിങ്ങും അതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? വഴിതെറ്റിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് പറയുന്നത് എന്താ? ലാക്ക് ഓഫ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ്. ഓക്കെ. ഇപ്പോ എന്താ 24 മണിക്കൂറും പഠിത്തം. ഓക്കെ. ഒരു കുട്ടിക്ക് അങ്ങനെ പഠിക്കേണ്ടതായിട്ട് വരുന്നു. ചിലപ്പോൾ ഫാമിലി പ്രഷറും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രഷറും ഉണ്ടായിരിക്കാം. ആ കുട്ടിക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും സ്പോർട്സിൽ പങ്കെടുക്കണം, ഗെയിംസിൽ പങ്കെടുക്കണം, ബുക്ക് വായിക്കണം, വേറെ ബുക്കുകൾ വായിക്കണം എന്നൊക്കെ കാണും. പക്ഷേ എന്താ ഈ ഒരു പഠിത്തം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെസ് നീ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ കുട്ടിക്ക് മറ്റുള്ള ഒന്നിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. ഓക്കെ. അതാണ് ലാക്ക് ഓഫ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് മാസ് മീഡിയ. ഓക്കെ. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കൊച്ചു കുട്ടികളുടെ കയ്യിൽ തന്നെ എന്തുണ്ട്? ഫോൺ, മൊബൈൽ, സോഷ്യൽ മീഡിയ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ കുട്ടികള് ഇത്തരത്തിലുള്ള നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം വരുന്നത് നല്ല കണ്ടന്റ്സ് മാത്രമല്ല. ഓക്കെ. വയലൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെക്ഷുവൽ കണ്ടന്റ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അത് ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? ചില സമയത്ത് മാൽ അഡ്ജസ്റ്റ്മെന്റിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ. ഇനി സോഷ്യൽ ലോസ് ആൻഡ് ബൈൻഡിങ്സ്. ഓക്കെ. അതായത് എന്താ നമ്മള്
ചില സമയത്ത് നമ്മുടെ നിയമങ്ങൾ നിയമങ്ങൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ മാലഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോ എന്താ ഇപ്പോ എന്താ ഇപ്പൊ പറയാനായിട്ടാണെങ്കിൽ നമുക്ക് ഒരു നിയമ സംവിധാനം ഉണ്ടല്ലേ. ഇപ്പോ ഒരു ആം, ഇപ്പൊ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അത് ചെയ്യപ്പെട്ടത് നല്ല പണവും സ്വാധീനവും ഒക്കെ ഉള്ള ഒരാളിൽ നിന്നാണെങ്കിൽ ചിലപ്പോ കോടതിയിൽ നിന്ന് ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന നീതി എന്ത് ചെയ്യത്തില്ല, അവിടെ നിന്ന് കിട്ടത്തില്ല. അപ്പോ ഈ ഇത്തരത്തിലുള്ള ലോ മൂലം ആ പെൺകുട്ടിക്ക് അവിടെ മാലഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ സംഭവിച്ച തെറ്റിനെ എന്ത് ചെയ്യുന്നില്ല, അവിടെ ശരിയായിട്ട് എടുക്കുന്നില്ല. ആ കുട്ടിക്കാണ് നീതി കിട്ടേണ്ടുന്നത്. പക്ഷെ നീതി കിട്ടിയത് മറ്റേയാൾക്കാണ്. അപ്പൊ അവിടെ ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്, മാലഡ്ജസ്റ്റ് ചെയ്യാണ്. അതാണ് സോഷ്യൽ ലോസ് ആൻഡ് ബൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പറയുന്നതാണ് ബാഡ് കമ്പനി ഓർ നൈബർഹുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്ക് ഇപ്പൊ നൈബർഹുഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ നമുക്ക് തൊട്ടടുത്ത് കിട്ടുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നൈബർഹുഡിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പൊ 5 വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ വീട്ടിനടുത്തുള്ള കുട്ടികളുമായിട്ടും മറ്റുമൊക്കെ ആയിരിക്കും കളിച്ചു വളരുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന റിലേഷൻസ് നല്ലതല്ലെങ്കിൽ ഈ കുട്ടിയുടെ വളർച്ചയും അവരുടെ മെന്റൽ ഹെൽത്തിനെ എന്ത് ചെയ്യും, ഇത് ബാധിക്കും. അപ്പൊ ഇത്രയുമാണ് മാൽ അഡ്ജസ്റ്റ്മെന്റിനുള്ള പ്രധാനപ്പെട്ട കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഓരോ പോയിന്റ് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നിങ്ങൾ ഈ ഓരോ പോയിന്റ് പഠിച്ചു വെക്കുക, എന്നിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്ത് ഒരു 5 മാർക്കിന് എഴുതുക. അപ്പൊ അതത്രേ ഉള്ളൂ. കോസസ് ഓഫ് മാൽ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൂവർ മെന്റൽ ഹെൽത്ത്. അതായത് ഒരാളുടെ മെന്റൽ ഹെൽത്ത് പൂവർ ആണ് എന്ന് കാണിക്കുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹഫാസാഡ് ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് ഡെയിലി ലൈഫ് റുട്ടീൻ. അതായത് നമുക്ക് ഡെയിലി ലൈഫ് റുട്ടീൻ ഉണ്ടല്ലേ. ഇപ്പൊ രാവിലെ എണീക്കണം, പല്ല് തേക്കണം, കുളിക്കണം, ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോകണം, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ പോകണം, തിരിച്ചു വരണം, വീണ്ടും കുളിക്കണം, ഉറങ്ങണം. അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫ് റൊട്ടീൻ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂവർ മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാരുടെ ഈ ലൈഫ് റൊട്ടീനൊക്കെ ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇപ്പൊ അവർ ചിലപ്പോ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പൊ ബ്രഞ്ച് ആയിട്ട് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ശരിക്കും അവർ ഉറങ്ങുന്നുണ്ടായിരിക്കത്തില്ല. നമ്മളെന്താ 7 to 8 hours എങ്കിലും ഉറങ്ങണമെന്നാണ്. അപ്പോ ഇതൊന്നും കറക്റ്റിന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെന്ന് പറയാം, അയാൾക്ക് പൂവർ മെന്റൽ ഹെൽത്ത് ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെന്താ, ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ. പെട്ടെന്ന് ദേഷ്യം വരും. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്നവരടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ആംഗർ ആൻഡ് അഗ്രസീവ് ബിഹേവിയർ. സെയിം മീനിങ് തന്നെയാണ്. എപ്പോഴും ഒരു ദേഷ്യം, അതുപോലെ തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. പിന്നെന്താ, ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കൈയും കാലൊന്നും അടങ്ങിയിരിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിരുവിരുത്തോണ്ടിരിക്കും പറയത്തില്ലേ, അതാണ് റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഓർ പൂവർ ആപ്പിറ്റൈറ്റ് ആൻഡ് ഇൻഡൈജഷൻ. ഇപ്പൊ പൂവർ മെന്റൽ ഹെൽത്ത് ഉള്ള ചില ആൾക്കാർക്ക് ഭയങ്കര വിശപ്പുള്ള ആൾക്കാർ കാണും. എന്നാൽ ചില ആൾക്കാർക്ക് തീരെ കാണത്തില്ല, വിശപ്പ് കാണത്തില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതുപോലെ ഇൻഡൈജഷൻ, ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പൂവർ മെന്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാർ ഒരുപാട് ആഹാരം കഴിക്കുന്നവരായിരിക്കും. ചില ആൾക്കാർ അവർക്ക് ഒട്ടും തന്നെ വിശപ്പും കാണത്തില്ല, ഒട്ടും ആഹാരവും കഴിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരും കാണും. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ ആയിരിക്കും അവർ കാണിക്കുന്നത്. ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഓർ നാർക്കോലെപ്സി. ഈ നാർക്കോലെപ്സി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. എക്സസീവ് സ്ലീപ്പ്, അതായത് ഒരുപാട് നേരം കിടന്നുറങ്ങുന്നതിനെയാണ് നാർക്കോലെപ്സി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പബ്ലിക് എക്സാമിന്
ഒരു തവണ 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നാർക്കോലെപ്സി നോട്ട് ചെയ്ത് പഠിക്കുക. എക്സസീവ് സ്ലീപ്പ്, അതായത് ഒരുപാട് നേരം ഉറങ്ങുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ നാർക്കോലെപ്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പൂവർ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ചിലപ്പോ ഒട്ടും ഉറക്കം കാണാത്ത ആൾക്കാർ കാണും. എന്നാൽ ചില ആൾക്കാരെന്താ ഭയങ്കരമായിട്ട് കിടന്നുറങ്ങുന്നവരും കാണും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പോയിന്റ്. അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഇറഗുലർ ആയിരിക്കും. ചിലപ്പോ കുറെ നേരം കിടന്നുറങ്ങും, ചില സമയത്ത് ഒട്ടും ഉറക്കം കാണത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അതിൽ നാർക്കോലെപ്സി നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി പൂവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, മെന്റൽ ഹെൽത്ത് കുറവുള്ള ആൾക്കാർക്ക് അവർ ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലായാലും അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോ എന്താ, ഇപ്പൊ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പാരന്റ്സും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ലവറും ആയിട്ടുള്ളതായിക്കൊള്ളട്ടെ, ബ്രദർ ആൻഡ് സിസ്റ്റർ ഉള്ളതായിക്കൊള്ളട്ടെ, എന്തിലായാലും അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം പൂവർ ആയിരിക്കും. ഓക്കെ, അവർക്ക് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി ചിലപ്പോ ഒരു ധാരണ ഇല്ലാത്തതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മെന്റലി അവരെന്തെങ്കിലും തരത്തിൽ അഫക്ട് ചെയ്തതായിരിക്കാം. ഓക്കെ, അപ്പോൾ പൂവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ഈ പൂവർ മെന്റൽ ഹെൽത്തിന്റെ എന്താണ് ഒരു ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, ഓക്കെ, ഒരു ആകാംക്ഷ ആൻഡ് വറി, എപ്പോഴും ഒരു വിഷമം ഒക്കെ കാണും. ഓക്കെ, പിന്നെ എന്താ, സ്വയം ആയിട്ടും മറ്റുള്ളവരോടും എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഞാനും കൊള്ളത്തില്ല, മറ്റുള്ളവരും കൊള്ളത്തില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. പിന്നെന്താണ്, റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഇത് കാണിക്കും. ഇപ്പൊ നിങ്ങൾ ആഷിക്കി 2 സിനിമ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അതിലെ ആക്ടറിന് ആക്ച്വലി എന്തായിരുന്നു, പൂവർ മെന്റൽ ഹെൽത്ത് ആയിരുന്നു. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യും, ആ റിലേഷൻഷിപ്പിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നതാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണം എന്താണ്, അയാളുടെ മെന്റൽ ഹെൽത്ത് പൂവർ ആയിട്ടുള്ളതാണ്. ഓക്കെ, പെട്ടെന്ന് എന്താ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള സിംറ്റംസ് കാണിക്കും. ഓക്കെ, ഇനി ഇറഗുലർ ആൻഡ് അബ്നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസിനെ ചിലപ്പോ ഈ പൂവർ മെന്റൽ ഹെൽത്ത് അഫക്ട് ചെയ്യും. എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ എന്താ ബ്ലഡ് പ്രഷർ ഒക്കെ ചിലപ്പോൾ ഹൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഹാർട്ട് പാൽപിറ്റേഷൻ കൂടാം, പൾസ് റേറ്റ് കൂടാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻസിൽ അബ്നോർമാലിറ്റി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാര് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവർ എക്സസീവ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നവരായിരിക്കാം, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരുണ്ട്, ട്രാൻക്യുലൈസേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഹാലൂസിനോജൻസ് യൂസ് ചെയ്യുന്നവരും കാണാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് അവർ റിയൽ വേൾഡിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുന്നവര് ആയിരിക്കാം. പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് യൂസ് ഓഫ് ടൊബാക്കോ ഇൻ അതർ ഫോംസ്. ഓക്കെ, സിഗരറ്റും മറ്റ് ടൊബാക്കോ ഫോംസിലുള്ള വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും കാണാം. ഓക്കെ, ഇത്രയാണ് പൂവർ മെന്റൽ ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ ഒരു മേജർ ടോപ്പിക് ആണ്, നിങ്ങൾക്ക് 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് മെന്റൽ ഇൽനെസ്സസ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്സ് ഓഫ് മെന്റൽ ഇൽനെസ്സസിനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മേജർ ഡിസോർഡേഴ്സ് എന്നും മൈനർ ഡിസോർഡേഴ്സ് എന്നും. ഓക്കെ, മേജർ ഡിസോർഡേഴ്സിൽ ഒരു 3 ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. മൈനർ ഡിസോർഡേഴ്സിൽ 2 ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് പഠിക്കും. ഇപ്പൊ ടോട്ടൽ എത്രയായി, 5 എണ്ണമായി. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണം ഓരോന്നും ഒരു 3 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇത് 15 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, മേജർ ഡിസോർഡേഴ്സ്. ഇപ്പൊ മേജർ മെന്റൽ ഇൽനെസ് ഉള്ള ഡിസോർഡേഴ്സിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയും, സൈക്കോസിസ്. ഓക്കെ, അപ്പൊ ഇതിൽ 3 ഡിസീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഷിസോഫ്രീനിയ. എന്താ, ഷിസോഫ്രീനിയ. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന വേറൊരു പേരാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഷിസോഫ്രീനിയക്ക് പറയുന്ന വേറൊരു പേരാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. പഠിച്ചു വെക്കണം, 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, എന്താ പറയുന്നേ, ദ പേഷ്യന്റ് ഓഫൻ ലീവ്സ് ഇൻ എ ഡ്രീം വേൾഡ് ഓഫ് ദെയർ ഓൺ. ഇറ്റ് ഈസ് എ സീരിയസ് മെന്റൽ ഡിസോർഡർ. ഓക്കെ,
ഇവരുടേതായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും ആര്? ഈ ഷിസോഫ്രീനിയ എന്നുള്ള ആൾക്കാർ. ഷിസോഫ്രീനിയ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകം കാണും. അവർ ആ ലോകത്ത് ജീവിക്കുന്നതായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ അസ്യൂം ചെയ്ത് അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഷിസോഫ്രീനിയ. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഡെല്യൂഷൻസ്. ഓക്കെ, ഡെല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫോൾസ് ബിലീഫ്, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ. അതാണ് എന്താ? ഡെല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതിന്റെ ഒരു സിംറ്റം ആണ്. അതുപോലെ തന്നെ ഹാലൂസിനേഷൻസ്. ഹാലൂസിനേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹാലൂസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മള് എന്താ എന്താ കാണാത്ത കാര്യങ്ങൾ കാണുന്നു, കേൾക്കാത്തത് കേൾക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെ ഒരു ഹാലൂസിനേറ്റിംഗ് വേൾഡിലായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ. അവരുടെ എന്താ സ്പീച്ച് എന്നൊക്കെ പറയുന്നത് ഡിസോർഗനൈസ്ഡ് ആയിരിക്കും. ഓക്കെ, പിച്ചും പേയും ഒക്കെ ആയിരിക്കും അവർ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്കൊരു മോട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഷിസോഫ്രീനിയയുടെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും ഈ ഒരു 3 ഹെഡിങ് വൈസ് കൊടുത്ത് ഇത്ര പോയിന്റ് ആയിട്ട് എഴുതിയ ഒരു ഡിസീസിനെ തന്നെ നമുക്കൊരു 3 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സിംറ്റംസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന അതിന്റെ കോസസ്, എന്തൊക്കെ കോസ് കൊണ്ട് ഷിസോഫ്രീനിയ വരാം. ഓക്കെ, അപ്പോ ഇത് എന്താ? മെയിൻ ആയിട്ടും സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ്. ഓക്കെ, ഇപ്പൊ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ്, ഇപ്പോ എന്താ വർക്ക് ലോഡൊക്കെ ഒരുപാടുള്ള ആൾക്കാർ കാണും അല്ലേ? ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വർക്ക് പ്രഷർ ഉള്ള ആൾക്കാർ കാണും. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു പ്രഷർ കുറയ്ക്കാനായിട്ട് ചിലപ്പോ എന്താ അവരുടെ മെന്റൽ കണ്ടീഷൻ ഒക്കെ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് അവര് ചിലപ്പോ അവര് തന്നെ സ്വയം ഒരു ഡ്രീം വേൾഡ് ഒക്കെ ഉണ്ടാക്കി അതിൽ ജീവിച്ച് ജീവിച്ച് അവസാനം എന്താകും? അവർക്ക് മെന്റൽ ഇൽനെസ് ആകും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓക്കെ, അപ്പോ ഇതിന് പ്രധാനപ്പെട്ട ഒരു കോസ് ആണ് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ യൂസ് വഴിയിട്ട് വരാം. അതുപോലെ തന്നെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആയിട്ട് വരാം. അതായത് അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ഷിസോഫ്രീനിയ ഉണ്ടെങ്കിൽ കൊച്ചുമക്കൾക്ക് വരാം, അല്ലെങ്കിൽ മക്കൾക്ക് വരാം. ഓക്കെ, ജനറ്റിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രെയിൻ കെമിസ്ട്രിയിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും ഈ ഷിസോഫ്രീനിയ വരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റോ? ഇല്ല. ഓക്കെ, ഷിസോഫ്രീനിയക്ക് ഇപ്പോ നിലവില് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് ക്യൂർ ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ഇതിന്റെ സിംറ്റത്തെ മാനേജ് ചെയ്ത് നിർത്താവുന്നു. ഇപ്പൊ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ യൂസ് ഉള്ളവരെ എന്താ അതിന്റെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ കൊണ്ടുപോയിട്ട് അത് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താം. ഇതിന്റെ സിംറ്റംസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാന്നേ ഉള്ളൂ. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഷിസോഫ്രീനിയ. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ 1 മാർക്കിന് പഠിക്കാനായിട്ടുള്ളത് അതിന്റെ വേറൊരു പേര് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അല്ലാണ്ട് ഇതൊരു 3 മാർക്കിന് പഠിച്ചു വെക്കണം. വേണമെങ്കിൽ 2 മാർക്കിനായിട്ടും ചോദിക്കാം. ഓക്കെ, ഞാൻ 15 മാർക്കിന്റെ പാർട്ടിലാണ് 3 മാർക്കിന് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓക്കെ, ഓക്കെ, രണ്ടാമത്തെ ഡിസോർഡർ ആണ്, മേജർ ഡിസോർഡറിൽ രണ്ടാമത്തെ ഡിസോർഡർ ആണ് മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്. ഓക്കെ, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി ഇല്ലേ? ഓക്കെ, അതാണ് സാധനം. ഓക്കെ, അത് നിങ്ങൾ ഓർത്തു വെച്ചിരുന്ന ഈ ഒരു ഡിസോർഡർ എന്താണെന്ന് എഴുതാം. ഓക്കെ, എന്താ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ബൈപോളാർ ഡിസോർഡർ. ഓക്കെ, ബൈപോളാർ ഡിസോർഡർ. ഓക്കെ, ഇതിന് പണ്ട് പറഞ്ഞിരുന്ന പേരാണ് മാനിക് ഡിപ്രസീവ് ഇൽനെസ് അല്ലെങ്കിൽ മാനിക് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തിനെയാണ്? ഷിസോഫ്രീനിയനാണ്. മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ബൈപോളാർ ഡിസോർഡർ. ഓക്കെ, അപ്പോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൂഡും എനർജിയൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോ നമുക്കറിയാം എന്താ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി എങ്ങനെയായിരുന്നു? എന്താ എന്താ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എറിഞ്ഞു പൊട്ടിക്കുക, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ഇടപഴകി നോർമൽ ആയിട്ടിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഇവരുടെ എന്താ നോക്കിക്കേ, ഇറ്റ് ഈസ് എ മെന്റൽ ഇൽനെസ് ദാറ്റ് കോസസ് അൺയൂഷ്വൽ ഷിഫ്റ്റ് ഇൻ എ പേഴ്സൺസ് മൂഡ്, എനർജി, ആക്ടിവിറ്റി ലെവൽസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഓക്കെ,
ഒരാളുടെ ഏകാഗ്രത, അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികൾ, അവരുടെ എനർജി, ഊർജം, അതുപോലെ തന്നെ അവരുടെ മൂഡ്. ഓക്കെ, ഇതിലെല്ലാം അൺയൂഷ്വൽ ആയിട്ട് ഉണ്ടാകുന്ന മാറ്റം. ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇതിലെല്ലാം സഡൻ ആയിട്ട് ഇവർ ഓരോ കാര്യങ്ങളും സഡൻ ആയിട്ടാണ് ഇവരുടെ എന്താ എന്താ മൂഡ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഈ ഒരു എന്താ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഡേ ടു ഡേ ടാസ്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. അതിലൊരു ഡിഫിക്കൽട്ടി നേരിടും. ഓക്കെ, അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ, വേരി ഫ്രം എക്സ്ട്രീം ഡിപ്രഷൻ ടു എക്സൈറ്റ്മെന്റ്. ചിലപ്പോ എന്താ, ഇവർ ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുന്നവരായിരിക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി തുള്ളിച്ചാടി നടക്കുന്നത് കാണാം. ഓക്കെ, പിന്നെന്താ, ഇവരുടെ ഈ ഒരു മൂഡ് സ്വിങ്സ്, നമ്മൾ പറഞ്ഞു ഇവരുടെ എനർജി ഒക്കെ പെട്ടെന്ന് മാറും, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇവരുടെ സ്ലീപ്പ്, എനർജി, ആക്ടിവിറ്റി, ഇവരുടെ ജഡ്ജ്മെന്റ്, അതുപോലെ തന്നെ ബിഹേവിയർ, അതുപോലെ തന്നെ എന്താ പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, ഇതിനെല്ലാം ഇത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റം മാനേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്ത് ഒരു പരിധി വരെ നമുക്ക് ട്രീറ്റ് ചെയ്ത് എടുക്കാം. എന്നാൽ കംപ്ലീറ്റ് ക്യൂർ ആക്കാൻ പറ്റത്തില്ല. ഒരു 98% നമുക്ക് ഇത് ക്യൂർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മണിശ്രീ താഴിലായാലും തന്നെ നമ്മൾ ലാസ്റ്റ് ശോഭനയെ മോഹൻലാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ബൈപോളാർ ഡിസോർഡർ is a lifelong condition and mood swings and other symptoms can be managed by following a treatment plan. Okay, അപ്പൊ ഈ മൂഡ് സ്വിങ്സ് സിംറ്റത്തിനൊക്കെ നമുക്ക് ഒരു കറക്റ്റ് ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ വെച്ചിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് ദി കേസസിലും നമുക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി വെച്ചിട്ടും മെഡിക്കേഷൻസ് വെച്ചിട്ടും ഇതിനെ ഒരുവിധം ട്രീറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് ബൈപോളാർ ഡിസോർഡർ. ഓക്കെ, ഇനി മൂന്നാമത്തെ മേജർ ഡിസോർഡർ ആണ് എന്തെന്ന് പറയുന്നത്, പാരനോയ. ഓക്കെ, പാരനോയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പീഷൻ, അതായത് സംശയമാണ് അവർക്ക്. ഓക്കെ, സംശയരോഗികളാ. ഓക്കെ, അതിന് ആ ഒരു കണ്ടീഷനുള്ള ആൾക്കാരാണ് എന്ത്, പാരനോയ ഉള്ള ഡിസോർഡർ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീം സസ്പീഷൻ. ഓക്കെ, അതായത് ദ പേഷ്യന്റ് ലീവ്സ് ഇൻ എ വേൾഡ് ഓഫ് ഡെല്യൂഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാർക്കിന് ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ദ നെയിം ഓഫ് ദി കണ്ടീഷൻ ഇൻ വിച്ച് ദ പേഷ്യന്റ് ലീവ്സ് ഇൻ എ വേൾഡ് ഓഫ് ഡെല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ എന്താണ്, പാരനോയ. ഓക്കെ, ഡെല്യൂഷൻ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഫോൾസ് ബിലീഫ്, അതായത് ഒരു തെറ്റായ വിശ്വാസം അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ. ഓക്കെ, ആ ഒരു വേൾഡിൽ ജീവിക്കുന്നവരായിരിക്കും ഇവര്. ഓക്കെ, ഇപ്പൊ ഫാന്റസി വേൾഡിൽ അല്ലെങ്കിൽ ഒരു തന്റേതായ ഡ്രീം വേൾഡിൽ ജീവിക്കുന്നവരാണ് ഷിസോഫ്രീനിയ ഉള്ള ആൾക്കാർ. ഒരു ഡെല്യൂഷൻ വേൾഡില്, അതായത് തെറ്റായ വിചാരങ്ങൾ മാത്രമുള്ള ഒരു വേൾഡിൽ ജീവിക്കുന്നവരാണ് ആര്, പാരനോയിയ ഉള്ള ആൾക്കാര്. ഓക്കെ, നോക്കിക്കേ, people become paranoid when their ability to reason and assign meaning to things breaks down. It's thought paranoia could be caused by genes, chemicals in the brain or by a stressful or traumatic life event. Okay, അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്താ ശരി ഏത് തെറ്റ് ഏതെന്ന് ചിന്തിച്ചെടുക്കാനുള്ള ഒരു എബിലിറ്റി പോലും അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോ അവർക്ക് അവരുടെ ജീനിൽ എന്തെങ്കിലും വ്യത്യാസം ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആൻഡ് ട്രോമാറ്റിക് ഇൻസിഡന്റ്, ഇപ്പോ എന്താ ഈ ചതിക്കപ്പെട്ട് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ കാണത്തില്ലേ. ഓക്കെ, അപ്പൊ അവരുടെ പാസ്റ്റിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മെന്റൽ കണ്ടീഷനെ അത് അഫക്ട് ചെയ്ത് അവർക്ക് ചിലപ്പോൾ പാരനോയ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരിക്കാം. പിന്നെ ഒന്നിനോടും അവർക്ക് എന്ത് കാണത്തില്ല, വിശ്വാസം കാണത്തില്ല. ഓക്കെ, അതാണ് പാരനോയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ സിംറ്റംസ് ആണ് പറയുന്നത്, ബി ഈസിലി ഒഫൻഡഡ്. ഓക്കെ, എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിനെയൊക്കെ എതിർത്ത് നിൽക്കും. ഓക്കെ, ബാക്കിയുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാലും അതുമായിട്ട് ഇവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, യോജിച്ച് പോകത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസിൽ ഒരു ഹാംഫുൾ
ആയിട്ടുള്ള മീനിങ് കണ്ടെത്തും. ഓക്കെ, ചില ആൾക്കാർ എന്തെങ്കിലും നല്ലതായിരിക്കും പറയുന്നത്. ഓക്കെ, അതിലും ചിന്തിച്ച് ചിന്തിച്ച് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരായിരിക്കും അവര്. ഓക്കെ, അതുപോലെ തന്നെ ബി ഓൾവേസ് ഓൺ എ ഡിഫെൻസീവ് മാനർ, എപ്പോഴും ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു, എതിർത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരായിരിക്കും. ബി ഹോസ്റ്റൈൽ, അഗ്രസീവ് ആൻഡ് ആർഗ്യുമെന്റേറ്റീവ്. ഓക്കെ, എപ്പോഴും ഒരു ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള, എപ്പോഴും ഒരു സംവാദത്തിന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പറയുന്നതാണ് ശരി, ഓക്കെ ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചാൽ മതി, അങ്ങനെയുള്ള കുറച്ച് ബിലീഫ് ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഇവർക്ക് വിശ്വാസം ഇല്ല, ബാക്കിയുള്ളവരെ ട്രസ്റ്റ് ഇല്ല, അതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇതാണ് പാരനോയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ 3 മേജർ ഡിസോർഡേഴ്സ്. ഏതൊക്കെയായിരുന്നു? ഷിസോഫ്രീനിയ. ഷിസോഫ്രീനിയക്ക് പറയുന്ന വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അതുള്ള ആൾക്കാരെന്താ, അവരുടേതായിട്ടുള്ള ഒരു ഡ്രീം വേൾഡ്, ഫാന്റസി വേൾഡിലായിരിക്കും ജീവിക്കുന്നത്. ഓക്കെ, രണ്ടാമത് പഠിച്ച എന്തായിരുന്നു? മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്. ഓക്കെ, അതിന്റെ വേറൊരു പേരെന്താ? ബൈപ്പോളാർ ഡിസോർഡർ. നമ്മുടെ നാഗവല്ലിനെ ഓർത്താൽ മതി. പിന്നെ മൂന്നാമത് പഠിച്ച എന്താണ്? പാരനോയിയ. ഓക്കെ, ഈ ആൾക്കാരെന്താണ്, ഒരു ഡെല്യൂഷണൽ വേൾഡിലായിരിക്കും ജീവിക്കുന്നത്. ഇവർക്ക് എപ്പോഴും സംശയ രോഗികൾ ആയി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈനർ ഡിസോർഡേഴ്സ് ആണ്. അപ്പോ അതിൽ ഫസ്റ്റ് ആണ് ന്യൂറോസിസ് അല്ലെങ്കിൽ സൈക്കോ ന്യൂറോസിസ്. ഓക്കെ, നോക്കാം എന്താണെന്ന്. ന്യൂറോസിസ്, ഓൾസോ നോൺ ആസ് സൈക്കോ ന്യൂറോസിസ്, is a mental illness that causes suffering and functional impairment to the patient. അതായത് ഈ എന്താ, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരില്ലേ? ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നിട്ട് അവരുടെ നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്ത് അവരുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താ, ഭയങ്കരമായിട്ട് അവര് സഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് നമ്മുടെ സോഷ്യൽ പരമായിട്ടോ ഫാമിലി പരമായിട്ടോ ഒന്നിലും അങ്ങനെ ഇഴകി ചേരാൻ പറ്റാത്ത, എപ്പോഴും ഡിപ്രസീവ് ആയിട്ട് ആങ്സൈറ്റി പരമായിട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ത്, ന്യൂറോസിസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. നോക്കിക്കേ, anxiety, depression, or other feelings of misery or suffering that are out of proportion to the circumstances of a person's life. Okay, അതായത് അയാളുടെ ലൈഫിന്ന് ഇതിനെ എത്ര എടുത്തു മാറ്റാൻ നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു ഡിപ്രസീവ് സ്റ്റേജിൽ നിന്ന് അയാൾക്ക് തിരികെ വരാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, it affects a person's ability to operate in nearly any aspect of life, including relationship and external activities. Okay, അപ്പോ ഇവർക്കും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോ എന്താ, ഒരു റിലേഷൻഷിപ്പിലും അവർക്ക് അവരുടെ എന്താ ഒരു 100% അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഡിപ്രഷനിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ഗെയിംസ് ഓർ എനി അതർ ഔട്ടിങ്സ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അവര് വിചാരിക്കാനിട്ടല്ല, അവരുടെ ഈ ഒരു മെന്റൽ കണ്ടീഷൻ ആണ് അവരെ ആ ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് എത്തിച്ചത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ. ദ പേഷ്യന്റ് ഈസ് നോട്ട് ഇൻസൈഡ് ബട്ട് ഷോസ് peculiar symptoms like unwanted tears, compulsions and obsessions. ഓക്കെ, അപ്പൊ ഇവർക്ക് കാരണങ്ങളില്ലാതെ പേടിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കാരണവും കാണത്തില്ല, എന്നാൽ അവർക്ക് ഭയങ്കര പേടി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താ, ചില ഒബ്സഷൻസ്, എന്തിനോടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇഷ്ട കൂടുതല്, അതിനോട് തന്നെ ഒരു ഒബ്സഷൻ കാണിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ ഇത്തരത്തിലുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ന്യൂറോസിസ് എന്ന് പറയുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് ന്യൂറോസിസ് പറയുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആങ്സൈറ്റി ന്യൂറോസിസ്, അതായത് നമ്മുടെ ആകാംക്ഷ വഴി ഉണ്ടാകുന്ന ന്യൂറോസിസ് ഉണ്ട്. ഡിപ്രസീവ് ന്യൂറോസിസ്, ഡിപ്രഷൻ വഴി ഉണ്ടാകുന്നുണ്ട്. ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്, ഓക്കെ, അതായത് ഒന്നിനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ എന്താ അതിനോടുള്ള ആഗ്രഹം, ഓക്കെ, അങ്ങനെ വരുന്ന ന്യൂറോസിസ് ഉണ്ട്. മോർബിഡ് ഫിയേഴ്സ്, കമ്പൽഷൻസ് ആൻഡ് ഒബ്സഷൻസ്, അതായത് ഭയം മൂലം ഉണ്ടാകുന്ന ന്യൂറോസിസ്. ഓക്കെ, അപ്പൊ ന്യൂറോസിസ് വരാൻ ഇത്രയും കാരണങ്ങൾ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ആങ്സൈറ്റി, ഡിപ്രഷൻ, ഒബ്സഷൻ, കമ്പൽഷൻ ആൻഡ് ഫിയർ, അൺവാണ്ടഡ് ഫിയർ. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂറോസിസ് അല്ലെങ്കിൽ സൈക്കോ ന്യൂറോസിസ്.
ന്യൂറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വെറുതെ ആവശ്യമില്ലാത്ത ഭയം കാണും, എന്തിനെ നേരിടാനുള്ള ഒരു കഴിവ് അവർക്ക് കാണത്തില്ല. ഓക്കെ, എന്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനോടൊരു ഫിയർ കാണും. അപ്പോ എപ്പോഴും ഒരു ഡിപ്രഷനിലായിരിക്കും, എന്ത് ചെയ്യണമെങ്കിലും ഒരു ആങ്സൈറ്റി കാണും. ഓക്കെ, ചിലതിനോടൊക്കെ ഭയങ്കരമായിട്ട് അമിത ആവേശം അല്ലെങ്കിൽ ഇഷ്ടം ഇതൊക്കെ കാണും. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ന്യൂറോസിസ് അല്ലെങ്കിൽ സൈക്കോ ന്യൂറോസിസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതില് മൈനർ ഡിസോർഡേഴ്സിൽ രണ്ടാമത്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ അൺഹെൽത്തി പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫങ്ഷനിങ് ആൻഡ് ബിഹേവിങ് വഴി വരുന്നതാണ്. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി വഴി ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരാൾ ചിന്തിക്കുന്നത് നല്ല രീതിക്കല്ല ചിന്തിക്കുന്നത്. ഓക്കെ, അയാൾ പ്രവർത്തിക്കുന്നത് നല്ല രീതിക്കല്ല, അയാൾ പെരുമാറുന്നത് നല്ല രീതിക്കല്ല. ഓക്കെ, അതുമൂലം ഒരാൾക്ക് വരുന്ന ഡിസോർഡർ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർ എപ്പോഴും എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടും. ഓക്കെ, അപ്പൊ അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനേ സമയം കാണത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല, സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല, ഒരു ജോലി നല്ല രീതിക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല, സ്കൂൾ ലൈഫ് നല്ല രീതിക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ടും തുടങ്ങുന്നത്. ഓക്കെ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ബിഗിൻ ചെയ്യുന്നത് ടീനേജ് ഇയേഴ്സിലാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ടൈപ്സ് ഓഫ് ഇൽനെസ്. ഓക്കെ, ഏതൊക്കെ പറഞ്ഞു? മേജർ ഡിസോർഡേഴ്സും പറഞ്ഞു, മൈനർ ഡിസോർഡേഴ്സും പറഞ്ഞു. മേജർ ഡിസോർഡേഴ്സിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? ഷിസോഫ്രീനിയ, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് ഓർ ബൈപോളർ ഡിസോർഡർ ആൻഡ് പാരനോയിയ. മൈനർ ഡിസോർഡേഴ്സിൽ നമ്മൾ ന്യൂറോസിസും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഷിസോഫ്രീനിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, ബാക്കി എല്ലാ ഡിസോർഡേഴ്സും ഒരുവിധമൊക്കെ ട്രീറ്റ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റില് ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് സൈക്കോ തെറാപ്പി. ഓക്കെ, അപ്പൊ സൈക്കോ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ട് അവര് നമുക്ക് ഒരു കൗൺസിലിംഗ് പോലെ തന്ന് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ നോക്കും. ഓക്കെ, അതിനെയാണ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സൈക്കോ തെറാപ്പി നടക്കുന്ന സമയത്ത് ഒരാള് അയാളുടെ കണ്ടീഷനെ പറ്റിയിട്ട് ലേൺ ചെയ്യും എന്ന് വെച്ചാൽ പഠിക്കും. ഓക്കെ, അപ്പം അയാളുടെ ആ ഒരു കണ്ടീഷൻ എന്താണ്, അയാൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു കണ്ടീഷൻ വഴി ഉണ്ടായിട്ടുള്ളത്, അയാളുടെ ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണ്, ബിഹേവിയേഴ്സ് എന്താണെന്നൊക്കെ പഠിക്കും. ആരായിരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ കണ്ടീഷൻ എന്താണ്. ഓക്കെ, അതിനെ പറ്റി ഒരു അവബോധം അയാൾക്ക് സൃഷ്ടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് it helps one learn how to take control of their life and respond to challenging situations with a healthy coping skills. അതായത് ഈ ഒരു സൈക്കോ തെറാപ്പി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഒരാള് തന്നെ കുറിച്ച് സ്വയം പഠിച്ച് അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ അയാൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനോട് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അയാളെ പ്രാപ്തമാക്കുക. ഓക്കെ, ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ് അയാളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, ഇതൊക്കെയാണ് സൈക്കോ തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സൈക്കോ തെറാപ്പി. രണ്ടാമത്താണ് ഫാർമക്കോ തെറാപ്പി. ഓക്കെ, ആ ഒരു പേര് തന്നെ ഉണ്ട്, മെഡിക്കേഷൻസ്, ഡ്രഗ്, മരുന്ന് കൊടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഫാർമക്കോ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അപ്പൊ ഇയാളുടെ ആ ഒരു മെന്റൽ ഡിസോർഡറിൽ എന്തെങ്കിലും തരത്തിലുള്ള പാത്തോളജിക്കൽ ചേഞ്ച് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ എന്താ സൈക്കോ ഫാർമക്കോ തെറാപ്പി is considered the primary treatment for all serious mental disorders. ഓക്കെ, ഒരുവിധമുള്ള എല്ലാ സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സിനും നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ സൈക്കോ ഫാർമക്കോ തെറാപ്പിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? സൈക്കോ തെറാപ്പി നമ്മൾ മൈനർ ആയിട്ടുള്ള ഡിസോർഡേഴ്സിന് മാത്രമാണ് സൈക്കോ തെറാപ്പി കൊടുക്കുന്നത്. ഫാർമക്കോ തെറാപ്പി അത്രയും എന്താ മേജർ ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സ്, സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സിനാണ് ഫാർമക്കോ തെറാപ്പി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന സീരിയസ് മെന്റൽ ഡിസോർഡേഴ്സ് ആണ് ഷിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫാർമക്കോ തെറാപ്പി. നമ്മൾ മെഡിക്കേഷൻസ് യൂസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് തെറാപ്പിയാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ECT ഫുൾ ഫോം പഠിച്ചു വെക്കണം, എക്സ്പാൻഷന് ചോദിക്കും. ഓക്കെ, എന്താ ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഓക്കെ, ഇതെന്ന് പറയുന്ന ആക്ച്വലി എന്തുവാ? ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, ഒരു ജനറൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് എന്താ നമ്മള് നമ്മൾ ഷോക്ക് അടിപ്പിക്കുക എന്ന് പറയത്തില്ലേ, അതാ സംഭവം. ഓക്കെ, നമ്മള് കുറച്ച് ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് വിടുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ബ്രെയിനിൽ ഒരു സീഷർ ഉണ്ടാക്കും. ഓക്കെ, സീഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലക്ട്രിക് കറണ്ട് വരത്തില്ലേ, നമ്മൾ ഈ എപ്പിലെപ്സി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കണ്ടീഷൻ. ഇപ്പൊ നമ്മള് സീഷേഴ്സ് ജെന്നി പോലെ വരിക എന്നൊക്കെ പറയത്തില്ലേ. ഓക്കെ, അപ്പൊ ബ്രെയിനിൽ ഇതൊരു സീഷർ ഉണ്ടാക്കും. ഓക്കെ, അതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അല്ലെങ്കിൽ ECT എന്ന് പറയും. ഓക്കെ, നമ്മള് എന്താ ഷോക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് പുനരധിവാസം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലെ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ അവരുടെ ജോലി സംബന്ധമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊക്കെ അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് അവർക്ക് മാനസികപരമായിട്ട് എന്തുണ്ടാക്കും? ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ എന്തും പറയുന്നുണ്ട്, അവരുടെ സെൽഫ് കെയർ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും ജോലികൾ ചെയ്യിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് റീക്രിയേഷണൽ തെറാപ്പി. റീക്രിയേഷണൽ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഷർ ആക്ടിവിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സ്പോർട്സിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ അതിന് പങ്കെടുപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആർട്സ്, മ്യൂസിക്, വീഡിയോ ഗെയിംസ്, ഡാൻസ് ആൻഡ് മൂവ്മെന്റ്, ഗാർഡനിങ്. ഓക്കെ, ഇത്തരത്തിലുള്ള റീക്രിയേഷണൽ പരമായിട്ടുള്ള ആക്ടിവിറ്റീസ് അവരെ ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന തെറാപ്പിയാണ് റീക്രിയേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സൈക്കോ തെറാപ്പി പറഞ്ഞു, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി പറഞ്ഞു, ഫാർമക്കോ തെറാപ്പി പറഞ്ഞു, ഒക്യുപേഷണൽ തെറാപ്പി പറഞ്ഞു, പിന്നെ ലാസ്റ്റ് റീക്രിയേഷണൽ തെറാപ്പി. 5 തെറാപ്പീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 5 മാർക്കിന് പഠിച്ചു വെക്കുന്ന രീതിയിൽ ഓരോന്നിനെ പറ്റിയിട്ടും ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, മെന്റൽ ഇൽനെസസിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന 3 ടൈപ്പ് പ്രിവെൻഷൻ ആണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. അപ്പോ പ്രൈമറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു മെന്റൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ചില ആൾക്കാർക്ക് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് നടത്താറുണ്ട്? ആന്റി സ്റ്റിഗ്മ ക്യാമ്പയിൻസ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, നമ്മുടെ
എന്താ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഒക്കെ ഭാഗമായിട്ട് ആന്റി സ്റ്റിഗ്മ തെറാപ്പീസ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് എന്നാണ്? ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. പഠിച്ചു വെക്കണം. ഓക്കെ, സൈഡിൽ നോട്ടിലൊന്ന് മാർക്ക് ചെയ്തു. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 10 ഓക്കെ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെയൊക്കെ അവരുടെ ഇമോഷൻസ് ആൻഡ് മെന്റൽ ഇൽ ഹെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ ടീച്ച് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ അതിനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ടീനേജ് പ്രായമൊക്കെ എത്തുമ്പോഴായിരിക്കും അവർക്ക് കൂടുതലും ഇത്തരത്തിലുള്ള മെന്റൽ ട്രോമാസ് ആൻഡ് സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും അവർക്കത് കോപ്പപ്പ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് അപ്പോഴത്തേക്കും വന്നു കാണും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി പ്രിവെൻഷനിൽ എന്താ? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹൈ റിസ്കിലുള്ള ആൾക്കാരെ, മെന്റൽ ഹെൽത്ത് പ്രോബ്ലം അനുഭവിക്കുന്ന ഹൈ റിസ്കിലുള്ള ആൾക്കാരെ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ടെർഷ്യറി പ്രിവെൻഷൻ, അതായത് എന്താ, മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, പുനരധിവസിപ്പിക്കുക. ഓക്കെ, അത് ഇപ്പൊ പറഞ്ഞ ഒക്യുപേഷണൽ തെറാപ്പി, സൈക്കോ തെറാപ്പി അതൊക്കെ കൊടുത്തുകൊണ്ട് അവരെ എന്താ ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ടെർഷ്യറി പ്രിവെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് മെന്റൽ ഇൽനെസസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി അതിൽ നിങ്ങൾക്ക് നമുക്ക് ഒരു ഈ മെന്റൽ ഹെൽത്ത് പ്രോബ്ലമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, NMHP. ഫുൾ ഫോം പഠിച്ചു വെക്കണം, ചിലപ്പോൾ എക്സ്പാൻഷന് ചോദിക്കും. NMHP. ഓക്കെ, എന്താണ്? നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സോഷ്യോളജി, സൈക്കോളജി, മെന്റൽ ഹെൽത്ത് ഈ ഒരു പേപ്പറിൽ അങ്ങനെ അധികം എക്സ്പാൻഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുന്ന എക്സ്പാൻഷൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പൊ ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു പേപ്പർ, അതായത് പേപ്പർ 4 കംപ്ലീറ്റ് എക്സ്പാൻഷനും എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, എല്ലാ പേപ്പറിനും നമ്മൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ഒരു 5 പേപ്പർ എടുക്കുക, ഓരോ സബ്ജക്റ്റും ഓരോ പേപ്പറിൽ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എക്സ്പാൻഷൻസ് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോ NMHP എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തത് 1982 ഓക്കെ, ഇനി ഇതിന് എന്താ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റലി ഇൽ, അതായത് മെന്റലി ഇല്ലായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ട്രീറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവരെ പുനരധിവസിപ്പിക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കുക. മൂന്നാമത്തെ എന്തുവാ? പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, ഈ മെന്റൽ ഹെൽത്ത് ഇൽനെസ് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ പോസിറ്റീവ് മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്നായിരുന്നു? ഒക്ടോബർ 10, മറക്കരുത്. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to ensure the availability and accessibility of minimum mental health care for all in the foreseeable future. Okay, അതായത് എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് കെയർ, അതായത് എല്ലാവർക്കും ഒരു മിനിമം മെന്റൽ ഹെൽത്ത് കെയർ accessibility and availability ഉറപ്പുവരുത്തുക. ഓക്കെ, to encourage the application of mental health knowledge in general health care and in social development. ഓക്കെ, നമ്മുടെ ജനറൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് മെന്റൽ ഹെൽത്ത് നോളജിന്റെ ആപ്ലിക്കേഷൻ, ഓക്കെ, അത് അപ്ലൈ ചെയ്യുന്നതിന് എൻകറേജ് ചെയ്യിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, ഇപ്പോ നമ്മുടെ FHSC മുതൽ തന്നെ എന്താണ് മാനസിക ആരോഗ്യത്തിന് അവര് മുൻഗണന കൊടുത്ത് പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, ചെക്കപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം യൂണിറ്റ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സബ് സെന്ററുകളിലായാലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആ രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജനറൽ ഹെൽത്ത് കെയർ നോളജില് മെന്റൽ ഹെൽത്ത് കൂടി ഉൾപ്പെടുത്തുക. മൂന്നാമത്തത് ടു പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ദ മെന്റൽ ഹെൽത്ത് സർവീസ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോ ഈ മെന്റൽ ഹെൽത്ത് സർവീസ് ഡെവലപ്മെന്റില് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യിക്കുക. ടു എൻഹാൻസ്
ഹ്യൂമൻ റിസോഴ്സ് ഇൻ മെന്റൽ ഹെൽത്ത് സബ് സ്പെഷ്യാലിറ്റീസ്. ഓക്കെ, അതായത് മെന്റൽ ഹെൽത്ത് സബ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത്രയുമാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 15 മാർക്കിന്റെ ഒരു പാർട്ടായിട്ടൊക്കെ ചോദിക്കാം. പിന്നെ എക്സ്പാൻഷന് NMHP ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്രയായപ്പോ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അതും കുറച്ചുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എന്താണ് ഡ്രഗ് ഡിപ്പെൻഡൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. എന്താണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ മെന്റൽ ഡിസോർഡർ ദാറ്റ് അഫക്ട്സ് എ പേഴ്സൺസ് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അത് ഒരാളുടെ ബ്രെയിനിനെയും അയാളുടെ ബിഹേവിയർ, ഓക്കെ, ഒരാളുടെ തലച്ചോറിനെയും അയാളുടെ പെരുമാറ്റത്തെയും അഫക്ട് ചെയ്യുന്ന ഒരു മെന്റൽ ഡിസോർഡർ ആണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. ഓക്കെ, ഇറ്റ് ലീഡിങ് ടു എ പേഴ്സൺസ് ഇനബിലിറ്റി ടു കൺട്രോൾ ദെയർ യൂസ് ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് ലീഗൽ ഓർ ഇല്ലീഗൽ ഡ്രഗ്സ്, ആൽക്കഹോൾ ഓർ മെഡിക്കേഷൻസ്. അതായത് ലീഗൽ ആയിട്ടുള്ളതോ, അതായത് നിയമപരമായിട്ടുള്ളതോ നിയമവിരുദ്ധമായിട്ടുള്ളതോ ഏതെങ്കിലും ഡ്രഗോ ആൽക്കഹോളോ മെഡിക്കേഷൻസോ, ഓക്കെ, ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയിൽ ഏതുമാകാം. ഓക്കെ, അതിന്റെ യൂസ് ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ കൺട്രോൾ ചെയ്യാനുള്ള അയാളുടെ ആ ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്ത് അത് അയാളുടെ ബ്രെയിനെയും ബിഹേവിയറിനെയൊക്കെ അഫക്ട് ചെയ്തിട്ട് അത് അയാളെ ഇത് കൺട്രോൾ ചെയ്യുന്നതിൽ നിന്ന് ഇനേബിൾ ആക്കി മാറ്റുന്നു. ഓക്കെ, അതാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. ഓക്കെ, ഇനി എന്താണ് ഡ്രഗ് എന്ന് ചെറിയൊരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 1 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. എന്താ ഡ്രഗ് എന്ന് പറയുന്നത്? ഡ്രഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെഡിസിൻ ഓർ അതർ സബ്സ്റ്റൻസ് which has a physiological effect when ingested or otherwise introduced into the body. Okay, നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോഴോ വിഴുങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ ബോഡിയിലോട്ട് എടുക്കുമ്പോഴോ, എങ്ങനെയൊക്കെ എടുക്കാം? ഇഞ്ചക്ഷനിലൂടെ എടുക്കാം, ഇൻഹെയിൽ ചെയ്ത് എടുക്കാം. ഓക്കെ, അങ്ങനെ ഏതൊരു രീതിയിലും നമ്മുടെ ബോഡിക്ക് അകത്ത് എത്തുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസോ മെഡിസിനോ നമ്മുടെ ബോഡിയിൽ ഒരു ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഒരു സബ്സ്റ്റൻസിനെ നമുക്കൊരു ഡ്രഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഡ്രഗിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്നാണ് പറയുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു സൈക്കിക് ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി പേഴ്സൺ ക്യാരക്ടറൈസ്ഡ് ബൈ behavioral and other responses resulting in compulsions to take a drug, experience psychic effect and avoid the discomfort of its absence. Okay, അതായത് ഒരാൾക്ക് എന്താ ഒരു ഡ്രഗ് അയാൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ച് നോക്കി, അത് കുറെ തവണ ഉപയോഗിച്ചു. ഓക്കെ, അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാര്, ഓക്കെ, അവർക്കത് നിർത്താൻ പറ്റുന്നില്ല, അതില്ലാതെ അവർക്കൊരു ജീവിതം ഇല്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രഗ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡ്രഗ് ഡിപ്പെൻഡൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇത്തരത്തില് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്ന കുറച്ച് സബ്സ്റ്റൻസുകളെ പേരാണ്. അപ്പോ എന്തൊക്കെയാണോ ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ 2 മാർക്കിന് ഡിപ്പെൻഡൻസ് പ്രൊഡ്യൂസിങ് ഡ്രഗ്സിന്റെ പേര് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാ? കൊക്കെയിൻ, കനാബിസ്, ഓപ്പിയോയിഡ്സ്, മെത്ത് ആംഫിറ്റമിൻ, നിക്കോട്ടിൻ, ബാർബിറ്റുറേറ്റ്സ്, ട്രാൻക്യുലൈസേഴ്സ്, ലൈസോജിക് ആസിഡ്, ഡൈഇഥൈൽ അമൈഡ്, LSD. ഓക്കെ, LSD. അപ്പോ ഈ LSDയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എക്സ്പാൻഷന് ചോദിക്കും, പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതില് ഈ കൊക്കൈൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പണ്ടല്ല ഇപ്പോഴും നമ്മൾ ഒരു ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് സർജറിയിലൊക്കെ ഒരു ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കൊക്കൈൻ എന്ന് പറയുന്നത്.
ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരു എക്സൈറ്റ്മെന്റ്, ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് കൊക്കൈൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതാണ് കൊക്കൈൻ. പിന്നെ പറഞ്ഞ ഏതാ? കനാബിസ്. ഓക്കെ, കനാബിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വേൾഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് കനാബിസ്. ചിലപ്പോൾ ചോദിക്കാം, വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരെന്താണ്? കനാബിസ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പുരാതനപരമായിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. നമ്മുടെ കഞ്ചാവ്, അതാണ് കനാബിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുന്ന ഒരു ഹെമ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് എടുക്കുന്നത്. കനാബിസ് സറ്റൈവ എന്നാണ് ആ ഒരു പ്ലാന്റിന്റെ പേര്. ഓക്കെ, അപ്പൊ ഈ കനാബിസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ഈ നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഡ്രഗിന്റെ പേരാണ് ഹാഷിഷ് അല്ലെങ്കിൽ ചരസ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഈ കനാബിസ് സറ്റൈവയുടെ ഫ്ലവറിംഗ് ടോപ്സിന്റെ ഈ റെസിൻ, അതിൽ നിന്ന് വരുന്ന ഒരു കറയുണ്ട്. ഓക്കെ, അതായത് ഈ കഞ്ചാവ് ചെടിയിൽ നിന്ന് വരുന്ന കറയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രഗാണ് ഹാഷിഷ് അല്ലെങ്കിൽ ചരസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറയുന്നത് ഈ കഞ്ചാവ് ചെടിയുടെ ഇല ഉണക്കി ഉണ്ടാക്കി അതിന്റെ എടുക്കുന്നതാണ്. അതായത് ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ഷൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ഭാങ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പേരാണ് ഗഞ്ച, മരിജുവാന എന്നൊക്കെ പറയുന്നത് ഈ കനാബിസിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഏതാ എന്ന് പറയുന്നത് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മെത്ത് ആംഫെറ്റമീൻ. ഓക്കെ, മെത്ത് ആംഫെറ്റമീൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനാലിൻ പോലത്തെ ഒരു ഡ്രഗ്. സോറി, നമ്മളെ ഹോർമോൺ അഡ്രിനാലിൻ കേട്ടിട്ടില്ലേ? ഓക്കെ, എന്താ അഡ്രിനാലിന്റെ സ്പെഷ്യാലിറ്റി എന്തുവാ? നമ്മുടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസിന് സഹായിക്കുന്നത്. അതായത് ഇതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സൂപ്പർമാൻ ഡ്രഗ് എന്ന് പറയും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒരു സൂപ്പർ പവർ ഉണ്ടാക്കുന്ന ടൈപ്പ് ഡ്രഗ് ആണ് മെത്ത് ആംഫെറ്റമിൻ എന്ന് പറയുന്നത്. പിന്നെ നിക്കോട്ടിൻ നമുക്കറിയാം, നമ്മുടെ ടൊബാക്കോയിലുള്ള ഒരു കണ്ടന്റ് ആണ്. പിന്നെ ബാർബിച്ചുറേറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സെഡേറ്റീവ്, നമ്മുടെ സ്ലീപ്പിംഗ് പില്ലിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ബാർബിച്ചുറേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻക്വിലൈസേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉന്മാദ അവസ്ഥ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ഡ്രഗ് ആണ്. പിന്നെ ലൈസർജിക് ആസിഡ് ഡൈ ഈതേലമൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ കളർ പെർസെപ്ഷൻ, അതായത് നമുക്ക് ഈ കാണാത്ത കാര്യങ്ങളൊക്കെ കാണുന്നു, കേൾക്കാത്തതൊക്കെ കേൾക്കുന്നു, അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് LSD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡിപ്പെൻഡൻസി പ്രൊഡ്യൂസിങ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, പക്ഷേ പരീക്ഷയ്ക്ക് ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ നന്നായിട്ട് പഠിക്കുക. ആ ഒരു എക്സ്പാൻഷന് ചോദിക്കുന്ന വാക്കൊക്കെ പഠിക്കുക. ഏതൊക്കെയായിരുന്നു? LSD പറഞ്ഞു, പിന്നെ നമ്മുടെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, അതിന്റെ ആ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കുക. പിന്നെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഒക്ടോബർ 10 എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.